കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സെലിബ്രിറ്റിയായ ഇടുക്കി ജാഫർ ഇടയ്ക്കൊരു റെസിപ്പി, ബീഫ് വെച്ചിട്ടൊരു റെസിപ്പി പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നത്. ആ റെസിപ്പി എന്ന് പറയുന്നത് അടുപ്പിലും കൽച്ചട്ടിയിലും ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് അതേ ഇൻഗ്രീഡിയൻസ് വെച്ച് കുക്കറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 8-9 കാശ്മീരി ചില്ലിയും 3 എരിവുള്ള മുളകും കൂടി ഞാനൊരു പാനിലേക്ക് ചൂടാക്കാൻ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. പിന്നെ ഒരു 3 സ്പൂൺ അളവിൽ മല്ലി കൂടി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് തണുക്കാൻ വെച്ചിട്ട് വേണം ബീഫൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത് കഴിഞ്ഞത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ വൃത്തിയാക്കിയ ബീഫ് ഏത് കുക്കറിലാണോ കുക്ക് ചെയ്യുന്നത് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണയും നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മല്ലിയും മുളകും വറുത്ത് പൊടിച്ചത്, അതും കൂടി ഇട്ട് കൈ കൊണ്ട് നന്നായി തിരുമ്മി പിടിപ്പിക്കണം. മസാല പുരട്ടി വെച്ച ഈ കൂട്ടിലേക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 25ഓളം ചെറിയ ഉള്ളിയും അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞെടുത്ത ഒരു 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചതച്ചെടുത്ത ഒരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം, ബീഫ് വേവുന്നതിന് ആവശ്യമുള്ള തിളച്ച വെള്ളം ഒഴിച്ച് ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് കുക്കർ പ്രഷറൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു ബീഫ് പീസ് എടുത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നന്നായി വെന്തിട്ടുണ്ട്. താളിച്ചൊഴിക്കാനായിട്ട് ഒരു കടായിലേക്ക് ചൂടാക്കിയിട്ട് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചൂടായ എണ്ണയിലേക്ക് അല്പം ഉലുവ ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് 2 വറ്റൽ ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്ത് അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് മൂപ്പിച്ച ചെറിയ ഉള്ളിയൊക്കെ നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ബീഫ് കറി റെഡിയായി കിട്ടും. ഇത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്.